തുടങ്ങുക. അപ്പം ഇതാണ് അബ്രാഹ്മ്യ പാരമ്പര്യം. ഞാനിത് പുറകിൽ നിന്ന് തുടങ്ങുന്നത് താല്പര്യമുള്ളവർക്ക് അതിന് ഓണറി വരാൻ വേണ്ടിയായി തുടങ്ങും. അല്ലെ നിങ്ങൾ ഇടയ്ക്ക് കയറി പറയുമ്പോൾ ഗോത്രോ ഗോത്രോ സൂത്രോ പുള്ളിപ്പോൾ ഒന്നരാമം നിർത്തും. ഇത് താല്പര്യമുള്ളവർക്ക് ഇത് കേൾക്കുമ്പം കുറച്ചുകൂടെ ഒരു ധാരണ വരും. ഇതാണ് അബ്രാഹ്മ്യ പാരമ്പര്യം. ഇനി അപ്പോൾ നോഹയ്ക്ക് 3 മക്കൾ, ഷേം, ഹാം, യാബത്ത്. ഷേമിന്റെ തലമുറയിൽ പെട്ടത് അബ്രഹാം. ഇനി ഹാമിന് 4 പിള്ളേർ. 14 വായിച്ചേ. ഉൽപ്പത്തി. ഹാമിന്റെ പുത്രന്മാർ ഹാമിന്റെ പുത്രന്മാർ ക്രൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. 4 പേര്. ഹാമിന്റെ പുത്രന്മാർ ക്രൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. 4 പേര്. ഹാമിന്റെ പുത്രന്മാർ ക്രൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. പണ്ടൊരാൾ വായിച്ചു മിസ്രയീം, പൂത്ത്, കനാൻ. മിസ്രയീം, പൂത്ത്, കനാനായെന്ന്. നല്ല കാര്യം. ഹാമിന്റെ പുത്രന്മാർ ക്രൂശ്, മിസ്രയീം, പൂത്ത്, കനാനായി. അപ്പൊ 4 മക്കളാണ് ഹാമിന്റെ പുത്രന്മാർ ക്രൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. 4 പേര്. അതിൽ മിസ്രയീമിന് 6 പിള്ളേര്. 13-ാം വാക്യം. മിസ്രയീമോ ലുദീം, അനാമീം, ലഗാബീം. മതി. 6 പേര്. മിസ്രയീമ, ലൂദി, അനാമി, ലഗാബീം, നപ്തൂലീം, പത്ലൂസിം, കത്ലൂസി. 6 പേര്. 14-ാമത്തെ വാക്യത്തിൽ ഇവരിൽ നിന്ന് ഫെലിസ്ത്യർ ഉത്ഭവിച്ചെന്ന. അല്ലയോ? ഇതാണ് ഈ ഫെലിസ്ത്യന്റെ ചരിത്രവും മിസ്രയീമിന്റെ ചരിത്രവും. അപ്പൊ ഇതെല്ലാം ശപിക്കപ്പെട്ട സന്തതിയാ. ആര്? ഉറക്കെ പറ. മിസ്രയീമിര്. അത് മാത്രമല്ലേ നമ്മളിപ്പോൾ എടുക്കുന്നത്. ശപിക്കപ്പെട്ടതാ. കാരണം ഇവരുടെ വല്യപ്പനാകുന്ന ഹാം ശപിക്കപ്പെട്ടതാ. വല്യപ്പനാകുന്ന നോഹ ആ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പുള്ളി മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. മുന്തിരിത്തോട്ടം. നേരത്തെ പണി എന്തുവായിരുന്നു? ഉറക്കെ പറ. നിങ്ങൾ എന്തേലും പറ. വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് മുന്നേ പുള്ളിയുടെ പണി എന്നായിരുന്നെന്ന് പറയല്ലേ? ഇവിടെ നിങ്ങൾ എന്തേലും പറ. വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് മുന്നേ സ്തോത്രം മിണ്ടുകല്ലേ. വെള്ളം പൊങ്ങുന്നതിന് മുന്നേ നോഹയുടെ പരിപാടി എന്നായിരുന്നെന്ന്. ഏഴാം അധ്യായത്തിന്റെ 13 വായിച്ച. വെള്ളം പൊങ്ങുന്നതിന് മുന്നേ ദൈവം എന്നാ പറഞ്ഞത്? 7-ാം അധ്യായത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 13. സോറി, ദൈവം നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ സകല ജഡത്തിന്റെയും അവസാനം എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോട് കൂടെ നശിപ്പിക്കും. നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക. നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക. പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം. അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്നാൽ പെട്ടകത്തിന്റെ നീളം 300 മുഴം, വീതി 50 മുഴം, വീതി 50 മുഴം, ഉയരം 30 മുഴം. പെട്ടകത്തിന് കിളിവാതിൽ ഉണ്ടാക്കണം. മേൽ നിന്ന് 1 മുഴം താഴെ അതിനെ വയ്ക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പെട്ടകം പണിയാ. 300 മുഴം നീളോ, 50 മുഴം വീതി, 30 മുഴം ഉയരോ. ഏകമാം വാതായനം. ഒറ്റ വാതിലേക്ക് ഉള്ളു. 3 തട്ട് പല കോഷ്ടം. കിളിവാതിലേ. ഇത് നീ പണിയണം. ദൈവം അത് ഞാൻ തരുന്ന കണക്കനുസരിച്ച് പണിയാം. നിന്റെ കണക്കൊന്നും ഇതിനകത്ത് പാടില്ല. നിന്റെ കണക്കും പാടില്ല, നിന്റെ വെമ്പളയുടെ കണക്കും പാടില്ല, കൊച്ചുങ്ങളുടെ കണക്കും പാടില്ല, കമ്മിറ്റിയുടെയും കൗൺസിലിന്റെ ഒരു കണക്കും ഇതിനകത്ത് പാടില്ല. ഇതിനകത്ത് കണക്ക് ഞാൻ തരുന്ന കണക്കാ. ദൈവസഭ നന്നായി പോകണമെങ്കിൽ കണക്ക് ദൈവത്തിൻ്റെതായിരിക്കണം. പല സഭകളിലും പല ഇടങ്ങളിലും ഒക്കെ പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്നാ?
ഇടയ്ക്ക് ഇതിനകത്ത് വ്യക്തികളുടെ കണക്ക് കയറ്റും. കമ്മിറ്റിയിൽ ഒരുത്തം പറഞ്ഞു ഇത് നല്ലതാ പാസ്റ്ററെ, എന്നാട്ടെ. അവൻ ഔചയം പോലും പ്രാവശ്യമല്ല. ആ കണക്കും പ്രകാരം നീ തുടങ്ങിയാൽ അടിയുടെ ആറാട്ടായിരിക്കും. അന്നേരം സെക്രട്ടറി വന്ന് പറഞ്ഞു ഈ കണക്ക് കുറച്ചുകൂടെ പാടില്ല. ഇതിനകത്തെ കണക്ക് നടത്തിപ്പിൽ ദൈവാത്മ നടത്തിപ്പ് വേണം പോകാൻ. സ്തോത്രം. പ്രാർത്ഥിച്ച് അതിന്റെ നടത്തിപ്പിൽ വേണം കാര്യങ്ങൾ പോകാൻ. അങ്ങനെ പോയാൽ ഒരു കുഴപ്പവും വരികയല്ല. അവൻ പണിയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ. യേശുക്രിസ്തുവാ മൂലക്കല്ല്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനമാ. പണിയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ. നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വഴിപ്പെട്ട് ഹിതപ്പെട്ട് പോയാൽ ഒരു കുഴപ്പവും വരികയല്ല. നമ്മുടെ കണക്കൊന്നും ഇതിനകത്ത്. അതുകൊണ്ടാണ് ഞാൻ കൂടെ നിങ്ങളോട് ചിലക്കത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടാണെങ്കിലും പുള്ളി കൂടെ തന്നെ ഈ പറയുന്നത്. ഞങ്ങൾ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഇങ്ങനെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോകാം, വേണേ നിൽക്കാം. ഇത് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനാ. കർത്താവ് വരുന്നത് വരെ താല്പര്യമാണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് അന്ത്യം വരെ പോകാം. അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുക, അയ്യോ ഇവിടെ ഇങ്ങനെ ഞങ്ങൾക്കത് ഒക്കത്തില്ല, അവർക്ക് സന്തോഷത്തോടെ പോവുകയും ചെയ്യാം. വഴി വെച്ചോ വണ്ടിയെ വെച്ചോ എവിടെ വെച്ചാലും കാണുമ്പോൾ മിണ്ടുകയും ചെയ്യണം. അന്നേരം ഞാൻ വരുമ്പോൾ കസാരയിട്ട് തിരിഞ്ഞിരിക്കരുത്. ഞാൻ കാണുക എന്നാൽ ഞാൻ വിളിക്കും, എന്തുകൊണ്ട് വിശേഷമെന്ന് ചോദിക്കും. നിങ്ങൾ എന്നെ കണ്ടോട്ട് പുറം തിരിഞ്ഞ് മുത്താമ്പാക്കൽ ഉപദേശി പാടിയതുപോലെ കണ്ടും കാണാതെയും പുള്ളി ചരിത്രം പറയുന്നത് പുള്ളി വീട്ടിൻ്റെ വാതൊക്കെ എങ്ങനെയിരിക്കുക. അപ്പം വളരെ പട്ടിണിയും ദുഃഖമാണ്. അപ്പം പരിചയമുള്ള ഒരാൾ ആ വീടിനടുത്ത് വന്നപ്പോൾ കുട ഇങ്ങനെ മറച്ചങ്ങ് പോകുന്നു. ഉപദേശിയെ കണ്ട ഉപദേശി ചിലപ്പം വിളിച്ച് 10 രൂപ കൊടുക്കേണ്ടി വരണ്ട. അപ്പം അത് കാണാതിരിക്കുകയാണെങ്കിൽ അന്നേരം പുള്ളി എഴുതിയാന്നാ പറഞ്ഞത്. ആരും ചങ്ങായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും. നിങ്ങൾ പാടണ്ട, വേണ്ട വെറുതെ എന്തിനാ അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഞാൻ കൂടെ ഓരോ കാര്യം പറയുന്നത്. ഇവിടെ നമ്മുടെ ഈ സഭയുടെ ഇവിടുത്തെ ഈ നടത്തിപ്പെന്ന് പറഞ്ഞാൽ ആരെയും ഒരു കാര്യം മൊത്തമായിട്ട് ഏൽപ്പിച്ചിട്ടില്ല. നേരത്തെ വരുന്നവർ കയറി ഇരുന്നോണം. ഇതിന്നാടെ കസാര, അതിന്നാടെ. പിന്നെ മൃദംഗം വായിക്കുന്നവരും ഹാർമോണിയം വായിക്കുന്നവരൊക്കെ താളക്കണക്ക് വരണം. അടുത്തടുത്തിരിക്കുന്നതാ കുറച്ച്, അതുകൊണ്ട് അങ്ങ് ഇരുത്തുന്നതേ ഉള്ളൂ. പിന്നെ സ്റ്റേജിലിരിക്കുന്നത് ശുശ്രൂഷ ഒന്ന് ലീഡ് ചെയ്യണമല്ല, അതിനിരിക്കുക. എന്നാലും ഞാൻ നിങ്ങൾ കണ്ടിട്ടില്ല, ആരെങ്കിലും ഗസ്റ്റ് വരുമോ അല്ല ആരെല്ലാം ഞാനങ്ങ് താവട്ടെ. എനിക്ക് മടിയുള്ള ആളല്ല. ഇതെൻ്റെ കസാര ഞാൻ മരണം വരാർക്കും തരിക, അങ്ങനത്തെ ചിന്തയില്ല. സ്തോത്രം. ഇതുപോലെ ആരെങ്കിലും നന്നായിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നെങ്കിൽ വളരെ സന്തോഷം. അവർ വന്നങ്ങ് ചെയ്തോണം, ഉഴപ്പരുത്. സ്തോത്രം. ഇപ്പം തമ്പയർ അടിക്കുന്നത് ഷിബു ബ്രദറും തങ്കച്ചാനും ആയുസ് മുഴുവൻ അവരടിക്കണം നിർബന്ധം. ഇവരെയൊക്കെ നന്നായിട്ട് ഒരാൾ താളക്കണക്കിന് വായിച്ചാൽ തമ്പയർ എടുത്ത ഹോട്ടലിലോട്ട് കൊടുക്കും. ഇപ്പോൾ പാട്ട് പാടുക, ഇനിയാൾ പാട്ട് പാടുന്ന അവരെക്കാളും കുറച്ചുകൂടെ മെച്ചമായിട്ട് പാടുന്നതെന്ന് കണ്ടാൽ അങ്ങോട്ടങ്ങ് ശുശ്രൂഷ ഭംഗിയായിട്ട് നടക്കണം. സ്തോത്രം. ഇവിടെ തിരുമേശ ഞാൻ തന്നെ ചെയ്യുമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുപോലെ വലിയ അപാകതയില്ല, ഒരാൾ ചെയ്ത് അങ്ങ് ചെയ്യണം. നമ്മളോട് അതിനോട് യോജിക്കുക. സ്തോത്രം. നന്നായിട്ട് ഒരാൾ വചനം ശുശ്രൂഷിക്കുന്നു, അവസരം കൊടുക്കും, നന്നായിട്ട് ശുശ്രൂഷിച്ചോണം. എന്നെക്കാളും മേളിൽ കയറി ശുശ്രൂഷിച്ച ഇനി ഇവിടെ ആയുസ് കേട്ടുകയല്ല, അങ്ങനല്ല. നിങ്ങളാരുടെ അറിവുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്നാൽ അവർക്ക് അവസരം കൊടുക്കും. നമുക്ക് വചനം കേട്ട് ബലപ്പെടണം. അല്ല ഞാൻ തന്നെ ഇതെല്ലാം കൂടെ അടക്കോടി ഇരിക്കുമ്പോൾ ഇങ്ങനെ കയറിയിരുന്ന വെച്ചാൽ ഒരു മുട്ട ഇടുകയില്ല, വേറൊരു കോഴിയെ കയറ്റി. സ്തോത്രം. ഇതെല്ലാം ഭംഗിയായിട്ട് പോകണം. സ്തോത്രം. ഈ മൈക്ക് ഞാൻ എൻ്റെ മരണം വരെ ആർക്കും അവസരം കിട്ടുമ്പോൾ വേറെ മൈക്ക് അങ്ങ് പറയണം, അത്ര തന്നെ. പക്ഷെ നന്നായിരിക്കണം, എല്ലാം നന്നായിരിക്കണം. സ്തോത്രം. ഇവിടെ അതിനകത്ത് വലിപ്പച്ചെറുപ്പൊന്നും പാടില്ല. ശുശ്രൂഷ ഭംഗിയായിരിക്കണം, കാര്യങ്ങൾ കൃത്യമായി നടക്കണം, എല്ലാം ദൈവാത്മ നടത്തിപ്പിൽ ഓർഡറായിട്ട് പോകണം. എന്നാ പല സഭകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില സഭകളിൽ പ്രശ്നം പ്രാർത്ഥിച്ച് തുടങ്ങുന്ന ഇന്നയാളാണ്, വേറൊരാൾക്ക് കൊടുത്താൽ അവിടെ പിന്നെ വർഷങ്ങളായിട്ട് കുഞ്ഞവരാജനാണ് പ്രാർത്ഥിച്ച് തുടങ്ങിക്കൊണ്ടിരുന്നത്. എടാ കുഞ്ഞവരാജനേക്കാലം നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരുത്തം വന്നാൽ അവന് കൊടുക്കണം.
അല്ല കുഞ്ഞവറ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? കുഞ്ഞവറായ്ക്ക് തന്നടി പിന്നടി 30 കൊല്ലമായിട്ട് ഒരൊറ്റ വാചകമാണ്, പരിശുദ്ധനായ ഞങ്ങളുടെ. അത് കുറ്റമാണെന്നല്ല, ഒരു വാക്യവും പറയും, എൻ മനമേ യഹോവയെ വാഴ്ത്തി, എൻ്റെ സർവ്വ മുതല വാ വിളിക്കുമ്പോൾ. അപ്പൊ അതിനും നന്നായിട്ട് പരിജ്ഞാനത്തോടെ വേറൊരാൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ അവസരം കൊടുക്കണ്ടേ? ചിലയിടങ്ങളിൽ പ്രാർത്ഥിച്ച് നിർത്തുന്നത് ഒരാളാണ്. ചില സഭകളിലെ വർഷങ്ങളായിട്ട് പുള്ളി തന്നെ വേറെ ആർക്കെങ്കിലും കൊടുത്താൽ ഭൂകമ്പം ഉണ്ടാക്കും. അല്ലെ പിന്നെ പുള്ളി സഭയെ വരികയല്ല, പിന്നെ മിണ്ടുകയല്ല. ഇപ്പോൾ ട്രഡീഷണലായിട്ട് ചില സഭയിൽ പിന്നെ ദശാംശം പോലും കൊടുക്കുകയല്ല. ഇവിടെ പിന്നെ അങ്ങനെ ആരും പേടിപ്പിക്കാനൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയും, ഇവിടെ ഇതൊന്നും വിഷയമേ അല്ല, നീ കൊടുത്താൽ നിനക്ക് നല്ലത്. സ്തോത്രം. ദൈവമല്ലേ പ്രതിഫലം തരുന്നേ? സ്തോത്രം, സ്തോത്രം. പഴയ സഭകളിലൊക്കെ അങ്ങനെ പേടിപ്പിച്ച് കളയും പാസ്റ്റർമാരെ. അതുകൊണ്ട് അവത്തങ്ങളും പേടിയാ, ദൈവമേ എങ്ങനെയും വല്ല ജാതി 2-3 കൊല്ലം പ്രശ്നമാണ്. അതുപോലെ തന്നെ സഹോദരിമാരെല്ലാം സാക്ഷി പറഞ്ഞ് ലാസ്റ്റ് പാസ്റ്ററുടെ അമ്മാമ്മ നിർബന്ധം വെച്ചിരിക്കുക. ഒരേ എന്തുവാ അതിന് പറയുന്നേ? എന്നാ അതിന് പറയുന്നേ? ഓ, അതിന് ഇത് പറയുമല്ലോ, പാരമ്പര്യമൊന്നല്ല അതിന്, അതൊരു ചടങ്ങാണ്. സഹോദരിമാരെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ലാസ്റ്റ് പാസ്റ്ററുടെ അമ്മാമ്മ, അല്ലെ സെക്രട്ടറി അച്ചായൻ്റെ, ഇപ്പോൾ സെക്രട്ടറി ചായൻ്റെ അമ്മാമ്മയ്ക്ക് എന്നാ കൊമ്പുണ്ടോ? അതുപോലെ സഹോദരന്മാരെല്ലാം കഴിയുമ്പോൾ ലാസ്റ്റ് സെക്രട്ടറി ചാൻ. ആരുടെ സെക്രട്ടറി? നീ ദൈവത്തിൻ്റെ സെക്രട്ടറി ആണോ അതോ ദൈവത്തിൻ്റെ മന്ത്രിയാണോ? ഇവിടെ ഓർഡറിൽ പൊക്കോണം കാര്യങ്ങൾ. പക്ഷേ ആക്ഷേപം വരരുത്, ഭംഗമുണ്ടാകരുത്. എല്ലാം അതിൻ്റെ ചിട്ടയിലും നിട്ടയിലും പോകണം. സ്തോത്രം. അപ്പം അതിന് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ മിക്കയിടത്തും പ്രശ്നം. ഇവിടെ അത് വരരുത്. ഇവിടെ നേരത്തെ വരുന്നവർ കയറി ഇരുന്നോണം. ഇവിടെ ആർക്കും ഫിക്സഡ് സീറ്റൊന്നുമില്ല. സാക്ഷി പറയണേ, ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്ക് പറയാം, അടുത്ത ആൾക്ക് പറയാം, പറയണമെങ്കിൽ പറയാം, എഴുന്നേറ്റ് നിൽക്കാം. പിന്നെ പരത്തുകയും ചെയ്യരുത്, ആവശ്യമില്ലാത്തതൊന്നും പറയരുത്. അന്നേരം ഞാൻ ഇരുത്തും. പറയേണ്ടത് പറയുകയും ചെയ്യാം. പ്രാർത്ഥനാ വിഷയമോ മറ്റുള്ളവർക്ക് അവർക്ക് ധൈര്യം കൊടുക്കുന്ന സാക്ഷ്യം. ഞാൻ കഴിഞ്ഞ ആഴ്ച രോഗിയായിരുന്നു, ദൈവമക്കൾ പ്രാർത്ഥിച്ചു, യേശു സൗഖ്യമാക്കി. അല്ലാതെ ഞാൻ 30 വർഷമായിട്ട് ബന്ധുക്കോസില, ഇത് വലിയൊരു വിടുതലുണ്ടായിട്ടില്ല. നീ ഇവിടെ എഴുന്നേറ്റേക്കരുത്. അങ്ങനെയുള്ളവർക്കുള്ള സ്ഥലമല്ലിത്. കൂവാനും കരയാനും ഒക്കെ അന്ന് രാത്രി വീട്ടിൽ പോയിരുന്ന് ടെറസിൻ്റെ മണ്ടയിലോ റബ്ബർ തോട്ടത്തിൽ പോയി ആലൊരു കൂവിക്കണം. ഇവിടെ വരുമ്പോൾ നല്ല താടിപ്പുറത്തെ വെടി പോലിരുന്ന് ആത്മാവിൽ ബലപ്പെട്ടോണം. പ്രൈസ് ദി ലോർഡ്. ഇത് ഞാൻ ഇടയ്ക്ക് കയറി അങ്ങ് പറയുക. അപ്പൊ ഇവിടെ നോഹയോട് ദൈവം പറഞ്ഞത്, ഞാൻ പറഞ്ഞതുപോലെ നീ ആ പട്ടകം ഉണ്ടാക്കണം. നിന്റെ കണക്കൊന്നും ഇതിനകത്ത് ചെലുത്തരുത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, മാനുഷികമായ ഒരു കണക്കും ഇതിനകത്ത് പാടില്ല. ദൈവത്തിൻ്റെ കണക്കാണ്. 300 മടം നീളം, 50 മടം വീതി, 30 മടം ഉയരം, 3 തട്ട്. ഇതായിരുന്നു ദൈവം പറഞ്ഞു. ആ പണി നടത്തിയത് പുള്ളി. ഇത് കൃത്യമായിട്ട് പണിത് കേട്ടോ. പുള്ളി പെട്ടകമൊക്കെ പണിതപ്പോൾ ആൾക്കാർ കളിയാക്കി, പരിഹസിച്ചു. ആൾക്കാർ കളിയാക്കി. എന്തോ ഒരു പുതിയ ഇളക്കം, ഇതുവരെ ഇല്ലാത്തൊരു പണി. അതാരാ പോകുന്നത്? അത് നോകയാ. കൂടെ ആരാ? അത് പുള്ളിയുടെ ശിങ്കിടികളാ. എന്തോ തടി എന്തോ തടി, ഗോഭേർമര. അതിന് ഏതാണ്ട് പണി നടത്തുക. വള്ളം ഉണ്ടാക്കുവോ? പേരിട്ടേക്കുന്ന ഹെബ്രോൻ ചർച്ച് എന്നാ. വലിയ പണിയാ. ആരൊക്കെയാ പണിക്ക്? ഔട്ട് പോയി ചെന്നൊരു തങ്കച്ചൻ ചെല്ലുന്നുണ്ട്. ഏതാ തടിയുമാൻ ഉദാഹരണം. ഇപ്പം നീരേറ്റുപുറത്ത് നിന്നൊരു ചന്ദ്രനും ചെല്ലുന്നുണ്ട്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ആശാരിമാരെവിടുത്തുകാരാ? ആശാരിമാർ ഇവിടെ ഒക്കെ ഉള്ളതാ. അതുങ്ങൾക്കൊന്നും പക്ഷേ അതുങ്ങൾക്ക് കാശ് കിട്ടിയാൽ മതി. ഭയങ്കര തട്ടും മുട്ടുവാന്നല്ലോ. അയ്യോ, ഭയങ്കര തട്ടും മുട്ടുവാ. ഒട്ടുപടിക്കാ അടിക്കുന്നത്.
ഇന്നലെ ഇവിടെ വീതുളി മേടിക്കാൻ വന്നായിരുന്നു. ആക്ഷേപമേ, സ്തോത്രം. അപ്പൊ ആൾക്കാരെല്ലാം പുള്ളിയെ പരിഹസിച്ച നോഹേ. സാറ് കൊടുത്തിരിക്കുന്ന പോഷനാണ് ഇയാൾ. അയ്യോ, നോഹെ ചൂണ്ടിക്കൊണ്ട് പറയാ, പോഷനാണ് ഇയാൾ. ഇയാളെ വട്ടനാടാ, പോഷനാണ് ഇയാൾ. അയ്യോ, തലയിന് സ്ക്രൂ അയഞ്ഞു. ആൾക്കാരെ ഇച്ചിരി ഇളക്ക വന്നാ തോന്നുന്നു കേട്ടോ. അപ്പോൾ ഒരുത്തൻ പറഞ്ഞ ഇച്ചിരി അല്ല, നല്ലതായിട്ട് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു ഒരാണിക്ക് എന്തോ, ഒരുത്തൻ പറഞ്ഞു ഒരാണി അല്ലടാ 3-4 ഇളകി കിടക്കുക, അല്ല ഇങ്ങനെ കിടന്ന് കളിക്കുമൊന്നും. പോഷനാണിയാൾ. അയ്യോ, തലയിന്ന് സ്ക്രൂ അയഞ്ഞു. ഞാൻ എല്ലാ ഭാഗവും ചൊല്ലി പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. സാറ് കൊടുത്തിരിക്കുന്ന വേറൊരു പറഞ്ഞു, പിള്ളേരെല്ലാം പുള്ളിയെ കളിയാക്കി, കൊച്ചുങ്ങൾ യൂത്ത് എല്ലാം കൂടെ നോഹേ. അത് സാറ് കൊടുത്തേക്കുന്ന പ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. തന്തതള്ളമാരുടെ ചൊൽവിളിക്കടങ്ങാത്ത ചന്തപ്പിള്ളേരുണ്ടൊട്ടേറെ ആർത്ത് മുറവിളി കൂട്ട. തന്തതള്ളമാരുടെ ചൊൽവിളി അടക്കാത്ത കുറെ പിള്ളേര്. സ്തോത്രം. നമുക്ക് 1:15 ബാക്കി വൈകിട്ട്. എൻ്റെ കാരണം ഈ പിള്ളേർക്കെല്ലാം ഇന്ന് ഡ്രസ്സ് എടുത്ത് കൊടുക്കുക, നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം. അതെനിക്കൊരു നടത്തിപ്പ് വന്നതാണ്. അപ്പോൾ അങ്ങോട്ട് പോയി നമുക്ക് അതങ്ങ് എടുക്കാം. നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക്, ഇവിടെ വന്ന് വാക്യം പറയുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം. അപ്പോൾ അത് പോയി എടുത്ത് അടുത്ത ആഴ്ച കുഞ്ഞുങ്ങളെല്ലാം അതിട്ടുകൊണ്ട് നല്ല പടക്കെന്ന് വാക്യം പറയണം. ഇല്ലെങ്കിൽ ഞാൻ പിന്നെയും പറയിപ്പിക്കും. അടുത്ത ആഴ്ച മറ്റ് യോഗം ഒന്നും നടന്നില്ല, നല്ല പിള്ളേരെല്ലാം വാക്യം പറയണം. അപ്പം ഞാൻ ഒരു ഭാഗം നിങ്ങൾക്ക് തരാം. അതിപ്പോൾ ഇന്ന് ചൊവ്വയല്ലേ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ബുധൻ, വ്യാഴം, വെള്ളി, ശനി 4 ദിവസം കൊണ്ട് എല്ലാ പിള്ളേരും കുഞ്ഞുങ്ങളെല്ലാം ആ വാക്യം മനപ്പാഠമായിട്ട് ഞായറാഴ്ച പറഞ്ഞ് കേൾപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി വാക്യം തരത്തില്ല, അല്പം വാക്യമേ തരുവുള്ളൂ. നിങ്ങൾ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യമാണ്. എല്ലാ പിള്ളേരും ആ വാക്യം 2 വാക്യമേ ഉള്ളൂ, കുഞ്ഞുങ്ങൾക്കെല്ലാം പറയാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യം. പിന്നെ അവൻ എന്നോട്, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടുന്നത് തൻ്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുപ്പാൻ തൻ്റെ ദൂതനെ അയച്ചു. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാനെന്ന് പറഞ്ഞു. ഈ വരുന്ന ഞായറാഴ്ച ഈ വാക്യം കുഞ്ഞുങ്ങളെല്ലാം പുതിയ ഡ്രസ്സുമിട്ട് ഈ വാക്യങ്ങളെല്ലാം കാണാതെ എന്നാ പിള്ളേർക്ക് സമ്മതമാണോ? പറ, സമ്മതമാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ ബാക്കി ഭാഗം ദൈവം അനുവദിച്ചാൽ വൈകിട്ട് നമുക്ക് ചിന്തിക്കാം. എല്ലാവരും ദൈവസന്നിധി പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ എല്ലാം സ്നാനപ്പെടുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. എല്ലാവരുടെ മേലും ദൈവത്തിന്റെ വലിയ കൃപ ചൊരിയട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഓ, ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. നിൻവഴി ദേവനെ പരമേൽപ്പിക്കുക, നിർണയം അവനതു നിറവേറ്റു. നിൻവഴി ദേവനെ പരമേൽപ്പിക്കുക, നിർണയം അവനതു നിറവേറ്റു. ഭാരം യഹോവയിൽ വച്ചിടിൽ നാൾതോറും നടത്തുമവൻ. മനമേ ചഞ്ചല എന്തിനായി കരുതാൻ, ലഭനില്ലയോ ജയ വീരനായി. മനമേ ചഞ്ചല നാളെ നിനച്ചു നടുങ്ങേണ്ട ദുഃഖ
വേളകൾ വരുമെന്ന് കലങ്ങൻ ആമേ നാളെയെ നീനച്ചു നടുങ്ങൻ വേളകൾ വരുമെന്നു ഓ കാലമെല്ലാമുള്ള മനുവേല കാതെ കൈവിടുമോ ചഞ്ചല എന്തിനാ ഇല്ലയോ ജയ വീരനായി ആബേ മനമേ വാനിലെ പറവകൾ പുലരുന്നു നന്നായി വയലിലെ വളരുന്നു വാനിലെ പറവകൾ പുലരുന്നു നന്നായി വയലിലെ താമര വാനവനായകൻ നമുക്കേതും നൽകാതെ മറന്നിടുമോ ആ